അസ്സലാമലൈക്കും. പച്ചൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് ഹോർമോൺ ഇൻബാലൻസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് കാഷ്യൂ, 1/2 കപ്പ് പംകിൻ സീഡ്, 1/2 കപ്പ് പിസ്ത, ഇത് അൺസാൾട്ടഡ് ആണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് ബദാം, ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് അക്കറോട്ടാണ്, 1/2 കപ്പ് ഫ്ലാക്സ് സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ മെലൺ സീഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ മെലൺ സീഡ് ഇതിന് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ചെറുതായി ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വെളുത്ത എള്ളാണ്. വെളുത്തതോ കറുത്തതോ ഉപയോഗിക്കാവുന്നതാണ്. ഇതും 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് കറുത്ത എള്ളും 1/4 കപ്പ് വെളുത്ത എള്ളും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വെളുത്ത എള്ള് മാത്രമാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം വളരെ സ്ലോയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ലേ. ഹോർമോണൽ ഇൻബാലൻസ് ഉള്ളവർക്കും അതുപോലെ പീരീഡ്സ് ലേറ്റായി വരുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. ഇനി ഇത് അല്പസമയം ഒന്ന് ആറട്ടെ. ആറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിനാവശ്യമായിട്ട് 3/4 കിലോ ഈത്തപ്പഴവും 10 അത്തിപ്പഴവും വീതം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഒരു പാനിലേക്ക് 1 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഈത്തപ്പഴത്തിൻ്റെ മിക്സ്. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. കാരണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി ഇത് അല്പസമയം ഒന്ന് വഴറ്റിയെടുക്കാം. സ്ത്രീകൾക്ക് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂണും കൂടെ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ പശുവിൻ നെയ്യ് ചേർക്കുന്നത് ഈ വീഡിയോയിൽ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഫ്ലെയിം നല്ലതുപോലെ കുറച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച ഈ പൗഡർ, എല്ലാ മിക്സും ഉണ്ടല്ലോ, അതിൻ്റെ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ടതിന് ശേഷം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അല്പസമയം ഒന്ന് ആറാനായിട്ട് മാറ്റണം. അതിനുശേഷം വേണം നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. ഈ പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം അണച്ച് കൊടുക്കണേ. അതിനുശേഷം വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കണ്ടോ, ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തവി കൊണ്ട് തന്നെ അധികം പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ആറാനായിട്ട് വെക്കണം. ഒരു 5 മിനിറ്റ് നേരം വരെ ആറാനായിട്ട് വെക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ട കൊടുക്കാമേ. ഞാനിപ്പോൾ ഇതിൽ 3/4 കിലോ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരുപാട് ഈത്തപ്പഴം ചേർത്തിട്ടില്ല. ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഈ ഹെൽത്തി ബോൾസ് ഡെയിലി ഓരോ എണ്ണം വീതം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ലേ. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു.